കമലേഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം വിമർശനങ്ങൾ ഉയരുമ്പോൾ അവിടെ ഇതായിപ്പോൾ കമലേഷ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. KC വേണുഗോപാൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണോ കേരളം എന്ന് UDF-ന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ഏറ്റവും മുതിർന്ന ഒരു നേതാവ് KC വേണുഗോപാൽ ചോദിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ UDF-ന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൽ വരുത്തിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമലേഷ് സൂചിപ്പിച്ച ആ പ്രതികരണം, KC വേണുഗോപാലിന്റെ ആ പ്രതികരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് എത്തിക്കാം. അതിനുശേഷം കമലേഷിലേക്ക് തന്നെ തിരികെ എത്താം. അത് അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തു എന്ന് പറഞ്ഞു. അതിന് മറുപടി പറയേണ്ടത് അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, KC വേണുഗോപാൽ പറഞ്ഞ 2 പോയിന്റ്. കമലേഷ് നോക്കൂ, അദ്ദേഹം പറഞ്ഞ സെബിയിലേക്ക് വരെ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞു. അതായത് അദാനി സെബിയിലേക്ക് വരെ അതിൻ്റെ ഈ പറഞ്ഞ തീരുമാനം ഔദ്യോഗികമായി നടപ്പിലാക്കാനുള്ള നിയമ നടപടികളിലേക്ക് അദാനി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഒപ്പം അദ്ദേഹം ചോദിക്കുന്നത്, ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വളരെ കൂളായിട്ടിരുന്ന് അദാനി ഉത്തരം പറയണമെന്ന് പറഞ്ഞ് KC വേണുഗോപാൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ആ ചോദ്യ മുനകൾ നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്, VD സതീശനിലേക്കാണ്. ഉത്തരം പറയേണ്ടത് അദാനിയല്ല, VD സതീശനാണെന്നുള്ളത് ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമല്ലേ? കൃത്യമായി ആ ചോദ്യങ്ങളുടെ മുന്നിലല്ലേ ഇപ്പോൾ VD സതീശൻ നിൽക്കുന്നത്? സിന്ധൂരി, തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനം കൂടിയാണ് KC വേണുഗോപാൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് അദാനിക്കെതിരെയാണ് ചൂണ്ടുന്നതെങ്കിൽ പോലും അതിൻ്റെ മറ്റ് വിരലുകളെല്ലാം ചൂണ്ടുന്നത് VD സതീശനിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും KC വേണുഗോപാൽ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനിക്ക് ഇത്തരത്തിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കേരളത്തിൽ എങ്ങനെ? കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നത് എന്നാണോ അദാനി ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം മനസ്സിലാക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ അദാനി എങ്ങനെ പ്രവർത്തിച്ചോ സമാനമായ നിലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിലും അദാനിക്ക് ധൈര്യം ലഭിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം തന്നെയാണ് സ്വാഭാവികമായും KC വേണുഗോപാലും മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ പറയുന്നത് പലതരത്തിലുള്ള, അതായത് ഒരു സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായ തീരുമാനങ്ങൾ പല മേഖലകളിൽ VD സതീശൻ കൈക്കൊള്ളുന്നു എന്നുള്ളതുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടി, അതോടൊപ്പം മറ്റ് പലതരത്തിലും ഈ സംഘപരിവാർ, അതായത് യൂണിവേഴ്സിറ്റികളിൽ പല സർവകലാശാലകളിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളുകളെ നിയമിക്കുന്ന നടപടി, അത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് UDF-ലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം, രാഷ്ട്രീയ വിമർശനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമാനമായ നിലയിലുള്ള ഒരു വിമർശനം തന്നെയാണ് KC വേണുഗോപാലും പരോക്ഷമായി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യഥേഷ്ടം പ്രവർത്തിക്കാൻ, തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ അദാനിക്ക് കഴിയുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ കഴിയുമെന്നാണോ വിചാരിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു BJP സർക്കാരാണ് ഭരിക്കുന്നത് എന്ന ധാരണയാണോ അദാനിക്കുള്ളത്? അല്ലെങ്കിൽ ആ നിലയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ കുന്തമുന നീളുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രി VD സതീശനിലേക്കാണ്. എങ്ങനെയാണ് VD സതീശൻ ഭരിക്കുമ്പോൾ അദാനിക്ക് ഇത്തരത്തിൽ 49% ഷെയറുകളും സർക്കാരിന്റെ അനുമതിയില്ലാതെ തന്നെ മറ്റൊരു ബഹുരാഷ്ട്ര വിദേശ കുത്തക കമ്പനിക്ക് നൽകാൻ കഴിയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനുള്ള ധൈര്യം അവർക്ക് എവിടുന്ന് കിട്ടുന്നു എന്ന ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെല്ലാം, അതായത് എങ്ങനെ ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്.
അതോടൊപ്പം ഇനി ഈ വിഷയത്തിൽ എന്ത് നിയമ നടപടികളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിഷയത്തിലും വളരെ കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ പറയേണ്ടതുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ അത്ര രൂക്ഷമല്ലാത്ത നിലയിലേക്കുള്ള ഒരു അതൃപ്തി അറിയിക്കുന്ന നിലയിലേക്കുള്ള ഒരു കാര്യം മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഈ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്കൊരു മറുപടി പറയാനുള്ള സ്പേസ് ഉണ്ടാക്കാൻ മാത്രമാണ് എന്ന വിമർശനം കൂടി പൊതുവെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോകുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനം വരുന്നു. സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ വിമർശനം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. വലിയ നിലയിൽ പ്രതിരോധത്തിലേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോകുന്നു. ഈ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം ഈ UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ നാടിന് ഗുണകരമാകുന്ന ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ബഹുരാഷ്ട്ര വിദേശ കുത്തക കമ്പനികൾക്ക് അവരുടെ ലാഭക്കൊതിക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായകരമാവുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി വി ഡി സതീശനും സ്വീകരിക്കുന്നത് എന്ന വിമർശനമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും പല വിഷയങ്ങളിലും, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച വിഷയത്തിൽ, സ്വകാര്യ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മറ്റ് നിരവധിയായ വിഷയത്തിൽ, ഈ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന വിമർശനം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത് രാഷ്ട്രീയ കേരളം ആകെ ചർച്ച ചെയ്യുന്നൊരു വിഷയം അദാനിയുമായി ബന്ധപ്പെട്ട, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷെയറുകൾ ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകളില്ലാതെ, അനുമതി തേടാതെ ഇത്തരം നീക്കങ്ങളെല്ലാം അദാനി നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഒരു കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സിന്ധൂരി.